ഒരു ജ്വല്ലറിയിൽ 10 ലക്ഷത്തിന്റെ സ്വർണം കാണാനില്ല. നഷ്ടപ്പെട്ടവയിൽ വജ്രാഭരണങ്ങളുമുണ്ട്. കള്ളനെ തേടി ഒടുവിൽ CCTV പരിശോധിച്ചു ആ ജ്വല്ലറി ഉടമ. അപ്പോൾ ഞെട്ടി. കാരണമെന്തെന്നോ ദൃശ്യങ്ങൾ പറയും. തസ്കരൻ ഒരു മൂഷികനാണ്. അതുതന്നെ കാര്യം. കർണാടകയിലെ തുംകൂരു നഗരത്തിലെ കാൾടെക് സർക്കിളിന് സമീപത്തുള്ള വിശ്വാസ് എന്ന ജ്വല്ലറിയിൽ അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. വജ്രം ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ നഷ്ടമായി എന്നുള്ളതായിരുന്നു ആ ജ്വല്ലറി ഉടമയുടെയും ജീവനക്കാരുടെയും പരാതി. ഏതാണ്ട് 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ വജ്രാഭരണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ആ ജ്വല്ലറിയിലെ ഷോക്കേസിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ്. പക്ഷെ ആ മോഷണത്തിന് പിന്നിൽ ഒരു കൊള്ള സംഘമോ മനുഷ്യരോ ആയിരുന്നില്ല. അങ്ങനെ കള്ളനെ തേടിപ്പോയി. ഒടുവിൽ കിട്ടി ഒരു മൂഷിക തസ്കരനെ, ഒരു എലിയെ. ആഭരണങ്ങൾ കവർന്ന് എല്ലാം വളരെ സേഫായി മാളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ കള്ളനെലി. കേൾക്കുമ്പോൾ നമുക്ക് ചിരിയും കൗതുകവും ഒക്കെ തോന്നും. പക്ഷേ ആ ജ്വല്ലറി ഉടമയുടെ കാര്യം ആലോചിക്കുക. വജ്രാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള 10 ലക്ഷത്തിന്റെ സ്വർണമാണ് ഒറ്റ രാത്രി കൊണ്ട് കാണാതാവുന്നത്. അതിൽ യാതൊരു തുമ്പുമില്ല. അങ്ങനെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല ആ ജ്വല്ലറിക്കുള്ളിൽ ഒരു മോഷണം നടന്നതിന്റെ. ഈ കടയുടമയെ ആശയക്കുഴപ്പത്തിലാക്കിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു മോഷണം നടക്കുമ്പോൾ അവിടെ ഒരു കുത്തി തുറന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നുമില്ലാതെ നടത്തിയ ഒരു മോഷണമാണ്. അങ്ങനെയാണ് CCTV കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുന്നത് അവർ തന്നെ. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു എലിയെ കാണുന്നത്. ചില്ലുകൂട്ടിൽ വെച്ചിരുന്ന ഈ ആഭരണങ്ങൾ ഒന്നൊന്നായി എടുത്ത് മാളത്തിൽ കൊണ്ടുപോയി വെക്കുകയാണ് ആ എലി. രാവിലെ കട തുറക്കാനെത്തിയ ജീവനക്കാരനാണ് ഈ മോഷണത്തിന്റെ വിവരം ആദ്യം അറിയുന്നത്. പതിവ് പോലെ സ്റ്റോക്ക് പരിശോധിക്കുന്നതിനിടയിൽ 10 സ്വർണ്ണമോതിരങ്ങൾ, 2 സ്വർണ്ണമാലകൾ ഇവ കാണാനില്ല എന്നുള്ള വിവരമാണ് ആ ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഏതാണ്ട് 50 ഗ്രാമിലധികം വജ്ര സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് ആ കടയിലെ ജീവനക്കാർ ഉടമയെ വിളിച്ചറിയിക്കുകയാണ്. അതിന്റെ കണക്ക് നോക്കിയപ്പോൾ ഏതാണ്ട് 10 ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളാണ്. ഈ കടയുടെ ഷട്ടറുകൾ കുത്തി തുറക്കുന്ന നിലയിലായിരുന്നില്ല. മോഷണത്തിന്റെ ഒരു തെളിവുമില്ല, ഒരു ലക്ഷണവുമില്ല. എങ്ങനെ അപ്രത്യക്ഷമായി ഈ സ്വർണ്ണാഭരണങ്ങൾ എന്നുള്ളത് ആദ്യമൊന്നും ജീവനക്കാർക്ക് മനസ്സിലായില്ല. പോലീസിൽ പരാതി നൽകി. ഒപ്പം തന്നെ അവർ ആ CCTV കൂടി പരിശോധിച്ചു. ആദ്യം ഈ CCTV പരിശോധിച്ചപ്പോൾ അതിൽ സംശയാസ്പദമായ ഒന്നും അവർക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ ഒരു ഡിസ്പ്ലേ ട്രേയിൽ ചില സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ആ ട്രേയിൽ ടാഗുകൾ മാത്രം നഷ്ടപ്പെട്ടതായി കാണാം. അതായത് ടാഗുകൾ മുറിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ആഭരണം അവിടെയുണ്ട്. അപ്പോൾ തോന്നി ഇതൊരു സാധാരണ മോഷണമല്ല എന്നുള്ളത്. അങ്ങനെ അവർ രാത്രി മുഴുവനുള്ള CCTV ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കുകയാണ്. ഏതാണ്ട് പുലർച്ചെ 4 മണിക്കായിരുന്നു ആ എലിയുടെ മോഷണം. 4 മണിയോടെ ഒരു എലി സ്വർണ്ണമോതിരം ഇങ്ങനെ കടിച്ചുകൊണ്ട് പോകുന്നത് ആ CCTV ക്യാമറയിൽ പതിഞ്ഞു. ആഭരണങ്ങൾ ഒന്നൊന്നായി ആ കടയ്ക്കുള്ളിലെ വലിയൊരു മാളത്തിലേക്ക് എലി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് ഒന്നൊന്നായി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ എലി പോയ വഴിയിലൂടെ അവർ പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയതിനൊരിലാണ്
ജ്വല്ലറി ജീവനക്കാർ മാളത്തിനുള്ളിൽ നിന്ന് 10 മോതിരങ്ങളും 2 മാലയും കണ്ടെടുത്തത് ജ്വല്ലറി ഉടമയുടെ വാക്കുകളിലേക്ക്. एक्चुअली मैं क्या कहना चाहता हूँ बोले तो मैं एक दिन सुबह मेरे दुकान को आया, आते समय हमारे स्टाफ ने मुझे आके कैबिन में बोला कि सर 10 अंगूठी और 2 चेन कम है सर. तो हम डेली क्या काम करते हैं, एक दिन बेचा तो नेक्स्ट डे काउंटिंग लेते हैं, काउंटिंग में उसमें 10 चेन और 2 रिंग 10 रिंग और 2 चेन कम आया. तो इसकी वजह से हमने क्या किया, वो सीसीटीवी खंगाला पूरा. सीसीटीवी खंगालने से कुछ भी नहीं मिला. सबका मन में कुछ शक दौड़ने लगा, कौन सा कस्टमर ने लेके गया था वो भी नहीं, कैसा भी नहीं, ऐसा कैसा हो गया करके. तो नेक्स्ट स्टेप में हमने क्या समझा, और एक ट्रे में एक 10 टैग नहीं था, वो स्टिकर लगाते ना वेट वाइज सब, वो टैग नहीं था. तो वो टैग नहीं था करके हमने क्या किया, रात को भी खंगालेंगे, कोई चोर आए तो टैग थोड़े ही लेके जाएगा, सोना लेके जाना, ये क्या तो दूसरा ही हुआ है, हम लोग कैमरा में देखेंगे. तो सुबह का कैमरा में कुछ नहीं था, रात का कैमरा पूरा देखने से सुबह 4 साढ़े 4 बजे एक चूहा आके एक अंगूठी उठा के लेके जाता है. उसके टाइम में समझे कि हम ये चूहे का काम है. 5-6 जगह में होल किया, कैमरा छोड़ा, कैमरा छोड़ के उधर से उधर कनेक्शन उसने आप बनाया, तो उधर चेन गिरा था, रिंग गिरा था, सभी तार से निकाल के सभी आइटम रिकवरी कर लिया. और आज हम विश्वास ज्वेलर्स, हम और स्टाफ सब खुश है. ഈ എലിയുടെ മോഷണ കേസ് എന്താണെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ട് പോലീസ്. ദൃശ്യങ്ങൾ ഇത്തരത്തിലായതുകൊണ്ട് തന്നെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നു. എന്നാണെങ്കിലും വിശ്വാസ് ജ്വല്ലറി അവർ പ്രതീക്ഷിച്ച കള്ളനെ കിട്ടാതെ മറ്റൊരു കള്ളനെ കിട്ടിയതിൻ്റെ സന്തോഷം എന്ന് പറയാം. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വർണ്ണമൊക്കെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷത്തായ ഉപരി അതൊരു എലിയായിരുന്നുവെന്നും അതിന് പിന്നിൽ ഇങ്ങനെയൊരു മോഷണക്കഥയായിരുന്നു എന്നുള്ളതുമാണ് ആ ജ്വല്ലറിയിൽ ആശങ്കയ്ക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ചിരി പടർത്തി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.